ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലാണ്. അതായത് അവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്, റോബോട്ട് എക്സ്പോ. നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇത്രയും വലിയ റോബോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും പോയി നേരിട്ട് കാണണമെന്നൊരു അഭ്യർത്ഥിക്കുകയാണ്. കാണേണ്ട കാഴ്ചയുമാണ്. അതായത് 2024 ജൂൺ 10 ഇത് ഷൂട്ട് ചെയ്യണം. ജൂൺ 10 തൊട്ട് 17 വരെ ഉണ്ട്, സമയമുണ്ട് നിങ്ങൾക്ക് കാണാൻ. പിന്നെ ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. പിന്നെ അതേ കയറുന്ന എൻട്രൻസിൽ തന്നെ 2 റോബോട്ടിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലും വലുതാണ് അവിടെ ഉള്ളത്. ഇത് ജസ്റ്റ് അവർ ഒരു ഡെമോ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. എന്തായാലും അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഞാൻ പറഞ്ഞാലും ഭംഗി അവർ പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെക്ഷനിൽ മെയിനായിട്ട് വരുന്നത് 2 റോബോട്ട്സാണ്. ഒന്ന് ഡോബോട്ട് ലൈറ്റ്, ഇത് ഇവിടെ വരുന്നത് ഡോബോട്ട് മാജീഷ്യൻ റോബോട്ടിക് ആം എന്നാണ്. അപ്പം ഇതിന് 2 ഫങ്ഷൻസ് ആണ് വരുന്നത്. ഇവിടെ വരുന്നത് നമുക്ക് ഡ്രോയിങ് ഫങ്ഷനാലിറ്റി വരുന്നുണ്ട്. ഇവിടെ എൻഡ് ഇഫക്റ്ററായിട്ട് ഒരു പെന്ന് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ഫീഡ് ചെയ്താൽ ടെക്സ്റ്റ് കൊടുക്കാം, ഇമേജ് ആണെങ്കിൽ ഇമേജ് കൊടുക്കാം. നമ്മുടെ എക്സാമ്പിളായിട്ട് വരച്ച് ടെസ്ലേൻ്റെ ഒരു ലോഗോ ഉണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലോഗോ ഉണ്ട്. നമുക്ക് ഇമേജ് എന്താണോ ഫീഡ് ചെയ്യുന്നത് അത് നമുക്ക് ഇതിനെക്കൊണ്ട് വരപ്പിക്കാം. ഇതാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ സെയിം ആണ് ഇവിടെ വരുന്നത്, ഡോബോട്ട് മാജിക് ലൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് ഇതിനൊരു ഓപ്ഷൻ വരുന്നത് നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റും. ഇതിനെ കൊണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിക്ക് ചെയ്യാനും പ്ലേസ് ചെയ്യാനുള്ളത് ടീച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും മാനുവലായിട്ട്. പിന്നെ ഇത് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗാരേജിലൊക്കെ വരുമ്പം ഈ പാർസൽ വലിയ ബോക്സുകൾ അങ്ങനെയൊക്കെ പിക്ക് ചെയ്യുക, ഗാരേജിലേക്ക് ഷെൽഫിലേക്ക് അടുക്കി വെക്കുക, അങ്ങനെ ഇൻഡസ്ട്രികളിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇതെല്ലാം സെയിം കാറ്റഗറിയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു കാറ്റഗറിയാണ് അവിടെ 3ാമത് വരുന്നത്. അതെ, അതിൽ സക്ഷൻ കപ്പാണ് എൻഡ് ഇഫക്റ്ററായിട്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫാക്ടറികളിലും കാറുകളിലൊക്കെ ഉണ്ടാവുമല്ലോ വെൽഡിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ഡോർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് നിന്നോ റൈറ്റ് നിന്നൊക്കെ അങ്ങനെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ റോബോട്ടാണ്. ഇതൊരു മിനിയേച്ചർ വേർഷനാണ്. ഇതിൻ്റെ വലിയ വേർഷന് വേറെ ഉണ്ട്. നമ്മളിപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചിരുന്ന കുറച്ച് മോഡൽസ്. അപ്പോൾ ഞങ്ങൾ UWRൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇതിൽ കുട്ടികൾക്കോ പിന്നെ റോബോട്ടിക്സിനായിട്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ UWR യൂണിക് വേൾഡ് റോബോട്ടിക്സ് ആണ്, കൊച്ചിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. വേറെ റോബോട്ടിക്സിൻ്റെ സെക്ഷൻസ് ഇനി ഫോളോ ചെയ്യുന്നുണ്ട്. Look forward to dancing with you next time. എൻ്റെ പേര് സൗരവ്, എൻ്റെ പേര് ധീരജ്. ഞങ്ങൾ ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് വന്നതാണ് യൂണിക് വേൾഡ് റോബോട്ടിക്സിൻ്റെ ഒരു എക്സ്പോ ഇവൻറ്റിന് വേണ്ടി. ഇപ്പം ഞങ്ങളുടെ സ്റ്റാളിലുള്ളത് സാൻഡ് ബോട്ട് എൽഫ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേര്. ഇത് മെയിനായിട്ടൊരു വെൽക്കമിങ് റോബോട്ടാണ്, ഗ്രീറ്റിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ഇത് നമുക്ക് മെയിനായിട്ട് പാട്ട് വയ്ക്കാം, ഡാൻസ് കളിക്കും. അത് പിന്നെ നമുക്ക് ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള റോബോട്ടാണ്. പിന്നെ ഒരു ഓക്കെ, ഒരു ഡാൻസ് പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒരു സ്പേസ് കൊടുക്കണം അതിന് ഡാൻസ് കളിക്കാൻ വേണ്ടി. എന്താ പറഞ്ഞത്, കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പേസ് കൊടുക്കണം അതിന്. ഇതിൽ ചുറ്റും ഇതിൽ ഫുള്ള് സെൻസേഴ്സാണ്. ഇവിടെ സെൻസേഴ്സാണ്, ഇവിടെ സെൻസേഴ്സാണ്, ഇവിടെ ക്യാമറ ഉണ്ട്, പിന്നെ ഇവിടെയൊക്കെ പ്രൊജക്ടർ ഉണ്ട്, പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഫുൾ സെൻസേഴ്സാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഇടിക്കാൻ പോയി കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഒരു മോഡുകളൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ഒരു മെയിനായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അസിസ്റ്റൻറ്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ ഇപ്പം സാറൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, അതിലേക്ക് വെൽക്കം സ്പീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വേണം. അതിന് പകരം നമുക്ക് ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് തരും. അത് തന്നെയല്ല, പിന്നെ നമുക്ക് ഈ ആംസും കാര്യങ്ങളും ഇല്ലേ, ഇപ്പോൾ ഈ 2 ആംസ് ഇത് 2 റിമൂവ് ചെയ്തിട്ട് മെക്കാനിക്കൽ ആംസ് ഫിറ്റ് ചെയ്യാം. മെക്കാനിക്കൽ ആംസ് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഫുഡൊക്കെ സെർവ് ചെയ്യാനുള്ള ഒരാളായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിനെ മൊബൈലിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. മൊബൈലെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. മൊബൈലിൽ ഹെഡും ഹാൻഡും അതിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ടോട്ടലി എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ത് പറയണം എന്നുള്ളത് മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്കിപ്പം ജസ്റ്റ് ഇതിൻ്റെ സെൻസസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫ്രീ ആയിട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പം ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യുകയും സേഫ് ആയിട്ടുള്ളൊരു പാത്ത് ചൂസ് ചെയ്യുകയും ചെയ്യും. ഇല്ല, ഫ്രണ്ടിൽ
നിന്നോളൂ, നല്ല ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ മാറുന്നുണ്ട്. കൈ കാണിച്ചാലും മതി. അത് എന്ന് പറയുന്നത് കാറിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണിത്. ഇത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവമാണിത്. ഇതിന് ആകെ ആവശ്യമായ ഒരു ബാറ്ററിയും കോപ്പി എന്ന് പറഞ്ഞ ബ്ലോക്കും സ്വിച്ച് എന്ന് പറഞ്ഞ ബ്ലോക്കാണ് ആവശ്യം. സിമ്പിളായിട്ടൊരു കൊച്ചിനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന സംഭവമാണ്. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കടയിൽ അവൈലബിൾ ആയിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. വലിയ ചിലവൊന്നും മഞ്ഞില്ല ഇതിന്. പണ്ടത്തെ പോലെ വയറൊക്കെ വെച്ച് കൂട്ടി തിരിച്ച് അങ്ങനത്തെ ആവശ്യമില്ല. ഇത് നമുക്ക് മേടിച്ചിട്ട് നേരെ തന്നെ ഫിക്സ് ചെയ്തൊരു കാറാക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇത് ബാറ്ററിയാണ്, ഒരു സ്വിച്ച് ഉണ്ട്. ഇത് കറണ്ട് പാസ് ആയിക്കോളും നമുക്ക് ഇവിടെ. കാറിന് ബോഡി വെച്ച് കൊടുത്താൽ കാറായിട്ട് മാറാം. ഓക്കെ, താങ്ക് യു. അതുപോലെ ഇവിടെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഫ്രിഡ്ജാണോ വാഷിംഗ് മെഷീനാണോ ആ ഒരു വലിപ്പത്തിലുള്ള ഒരു സാധനം ഇവിടെ ഓടി കിടക്കുന്നുണ്ട്. ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ്, റോബോട്ടാണ്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വാ. എൻ്റെ പേര് സോന. ഇത് ഞങ്ങളുടെ റോബോട്ടാണ്, ഫുഡ് ഡെലിവറി റോബോട്ടാണ്. ഇത് തനിയെ തന്നെ ലിഫ്റ്റ് കയറി ഇപ്പോൾ കിച്ചണിൽ നിന്ന് നമ്മുടെ റൂമിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ തനിയെ തന്നെ അത് പൊക്കോളും. എവിടെയാണെന്ന് വെച്ചാൽ അത് തനിയെ പൊക്കോളും. നമ്മൾ പുറകെ ആരും നടക്കേണ്ട ആവശ്യമില്ല. എന്താ പറയുക, ഫുഡ് നമ്മൾ കിച്ചണിന് കൊടുക്കുകയാണെങ്കിൽ നേരെ ഡയറക്റ്റ് റൂമിലെത്തും. എന്നിട്ട് അതേപോലെ തിരിച്ചു വരികയും ചെയ്യും. പിന്നെ ലിഫ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ റോബോട്ടിന്. അതാണ് മെയിൻ ഫെസിലിറ്റി. നമുക്ക് എക്സ്ട്രാ പറയാൻ പറ്റുന്നത് അതാണ്, ലിഫ്റ്റുമായിട്ട് ഈ റോബോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി അടുത്തത് ഞങ്ങളുടെ 3D പ്രിൻ്റാണ്. ഇതിപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ കൊടുത്തിരുന്നൊരു പ്രിൻറ്റിങ് ഡിസൈനാണ്. ഇത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് തന്നെ ചെയ്തൊരു മോഡൽസാണ്. പല മെറ്റീരിയൽസും ഡിസൈനിൻ്റെ ക്വാളിറ്റിയൊക്കെ വെച്ചിട്ട് പല ഡിസൈൻസാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക്സിനായാലും അതൊക്കെ ഭയങ്കര റെയറാണ് ചെയ്ത് കിട്ടുക. അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട് കൺസ്ട്രക്ഷൻസിൽ വിത്ത് ഡീറ്റെയിൽസാണ്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ഡിഫറെൻറ്റ് കളേഴ്സിൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. തൊട്ടിപ്പുറത്ത് കുട്ടികൾക്ക് എന്താണ് പറയുക, കളിക്കണതിൻ്റെ ഒപ്പം തന്നെ പഠിത്തവും കൂടി നടക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ റോബോട്ടുകളുണ്ട്. അവിടെ തിരക്കായതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അപ്പുറത്ത് ഇതേ ഒരു 2 റോബോട്ട് ഇരിക്കുന്നുണ്ട്. ഇതെന്താണ്, ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്ന് പറയുന്നത് ഈ 2 പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 6th-ലെയും 3rd-ലെയും സ്റ്റുഡൻസ് ചെയ്തേക്കുന്ന പ്രൊജക്റ്റാണ്. പിന്നെ ഇത് മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ലാൻഡിലെയും വാട്ടറിലെയും വേസ്റ്റ് കളക്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ഈ മെഷീൻ അക്വാ റെസ്ക്യൂ എന്ന് പറയുന്ന മെഷീൻ നമ്മുടെ വെള്ളത്തിലെ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യും. ഇത് ലാൻഡിലെ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ലിമിറ്റ് വരെ നമ്മുടെ 2018 ഫ്ലഡിൻ്റെ സമയത്ത് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാർ തന്നെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മെഷീൻ്റെ സഹായമില്ലായിരുന്നല്ലോ. അപ്പോൾ ആ കുട്ടികൾ ഒരു വേറെ ഐഡിയയും കൂടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് ഒരു അറ്റ് എ ടൈം 4 പേരെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സെൻസിങ് ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. എവിടെയാണ് ആൾക്കാർ നിൽക്കുന്നത് അവിടെ ചെന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫുൾ ഓട്ടോമാറ്റിക്കാണിത്. ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ്, ഒരു ഐഡിയ മാത്രമാണിത്. ഫേർദറായിട്ട് പിന്നെ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ആ പിള്ളേർ സ്കൂളിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാറ്റർഡേ സൺഡേ വന്ന് അവർക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് വാട്ടർ ബോഡീസിനുള്ളതാണെങ്കിൽ ഇത് ലാൻഡിലത്തെ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് 2 തരത്തിലാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, വെറ്റ് വേസ്റ്റും സോളിഡ് വേസ്റ്റും ആയിട്ട്. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ് അവർ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. നമുക്കറിയാലോ ഫ്ലഡിന് ശേഷം ലാൻഡിലും അത്യാവശ്യം വേസ്റ്റുകൾ വന്ന് ഡംപ് ആവുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു സൊല്യൂഷനായിട്ട് ഇത് 2 ഒരുമിച്ച് ഒരു റോബോട്ടായിരുന്നു. ഈ മെഷീനാണെങ്കിൽ ഞാനൊന്ന് തിരിച്ചു വരുമ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ചാർജ് കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കത് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടും ഇല്ലതാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കാം. ഇതും കൂടി ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കുന്നതാണ്. ഞാൻ റൂബൻ ജേക്കബ്. ഞാൻ എൽദോമാർ ബസേലിയോസ് കോളേജ് ആൻഡ് മരിയൻ അക്കാഡമി ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ R&D വിങ്ങിൽ ഉള്ള ഒരു സ്റ്റുഡൻ്റാണ്. ഇത് ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സാണ്. ഇത് നമ്മുടെ ഒരു ടൈപ്പ് റൈറ്റർ ഡിജിറ്റൽ, ഇത് ഒരു ഫുഡ് ഡെലിവറി റോബോട്ട്,
പിന്നെ ഇതൊരു ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷന് ഉപയോഗിക്കുന്ന ഒരു ഡ്രോണാണ്. ഇത് പറന്നിട്ട് എക്സ്പ്ലോഷൻ നടക്കുന്നിടത്ത് ചെന്ന് താഴോട്ട് ഇത് ഡ്രോപ്പ് ചെയ്യും. ഈ ഒരു സംഭവത്തിനകത്ത് വരുന്നത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ മെറ്റീരിയലാണ്. അപ്പം ഈ ഒരു ഐറ്റം ശരിക്കും മേടിക്കാൻ കിട്ടുന്ന കേട്ടോ. ഇത് നമ്മളൊരു മോഡൽ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നത് ഇത് നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ആണ്. ഇതിന് നമ്മളൊരു ഇതിൻ്റെ ഉപയോഗം ഇത് നമ്മളൊരു മോയ്സ്ചർ സെൻസർ വെച്ചിട്ടുണ്ട്. അത് ഈ ചെടിയുടെ വെള്ളത്തിൻ്റെ ലെവൽ മെഷർ ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലിൽ നിന്ന് താഴുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മോട്ടറിൽ നിന്ന് വെള്ളം, നമ്മളിതിപ്പോൾ വെള്ളത്തിൻ്റെ സോഴ്സിൽ വെച്ചിട്ടില്ല, സോഴ്സിനകത്ത് വെക്കുമ്പം ഈ ഒരു മോട്ടറിൽ നിന്ന് വെള്ളം തന്നെ ഡ്രിപ്പായിട്ട് ചെടിയിലോട്ട് വരും. ഇത് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഡെവലപ്പ് ചെയ്തൊരു പ്രോഗ്രാമാണ്. ഇത് പൈത്തൺ കോഡിങ്ങും വിഷ്വൽ സ്റ്റുഡിയോ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഇതൊരു വിഷ്വൽ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ചെറിയൊരു ട്രയൽ ആൻഡ് എറർ ഇതിൽ നമ്മൾ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രോജക്റ്റ്. നമ്മുടെ പേരും ഏജും എൻ്റർ ചെയ്ത് കൊടുത്ത് ഈ ഒരു ക്യാമറയിലോട്ട് നമ്മുടെ ബോഡി സെൻറ്ററാക്കി ഒന്ന് കാണിച്ചു കൊടുക്കുമ്പം ഇവിടെ ഒരു വെർച്വൽ അസിസ്റ്റൻറ്റിനെ പ്രൊവൈഡ് ചെയ്യും. ഈ വെർച്വൽ അസിസ്റ്റൻറ്റ് കാണിക്കുന്ന കുറച്ച് എക്സസൈസുകളുണ്ട്. അത് നമ്മുടെ ക്യാമറ നമുക്കിവിടെ കാണാം, നമ്മുടെ ഡിസ്പ്ലേ. നമ്മൾ എന്തുമാത്രം ആക്യുറേറ്റ് ആയിട്ടാണ് വെർച്വൽ അസിസ്റ്റൻറ്റ് കാണിക്കുന്ന എക്സസൈസുകൾ ചെയ്യുന്നത് അത് മെഷർ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണിത്. നമ്മുടെ അനങ്ങുന്ന ജോയിൻറ്റിൻ്റെ അവിടെയെല്ലാം കോർഡിനേറ്റ്സ് വെച്ചിട്ട് ആ കോർഡിനേറ്റ്സ് വെർച്വൽ അസിസ്റ്റൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് ആംഗിൾ മെഷർ ചെയ്താണ് അതിൻ്റെ ഒരു ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് വരുന്നത് നമ്മുടെ ഒരു ID കാർഡ് റീഡറാണ്. ഫ്യൂച്ചറിലുള്ള പിള്ളേർക്കൊക്കെ ബങ്ക് ചെയ്യാൻ ഇനി ഇച്ചിരി പാടായിരിക്കും. ഇതൊരു സാമ്പിൾ ID കാർഡ്. ഇതിൻ്റെ ഒരു QR കോഡ്, ഈ QR കോഡ് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ഡിസ്പ്ലേയും വരും, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരും, നമ്മുടെ അറ്റൻഡൻസും ചെക്ക് ചെയ്യാം. പിന്നെ ഇത് സ്റ്റുഡൻസിൻ്റെ ഒരു ഐഡിയ വന്നിരിക്കുന്നത് ഒരു വെർച്വൽ ഒരു പട്ടി എന്ന് പറയാം. നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന പട്ടികളെ ചിലപ്പോൾ ഒരു 10-15 വർഷത്തിനകം റിപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിന് നമ്മളൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഈ ക്യാമറയിൽ കാണുന്നതിൽ നിന്ന് അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതിനൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറയിൽ നിന്ന് ഇതിന് പരിചയമില്ലാത്ത എന്തെങ്കിലും മോഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുരയ്ക്കും. നമ്മുടെ ബേസിക് ഒരു ഐഡിയ എന്നല്ലേ ഉള്ളൂ. ഡെവലപ്പ് ചെയ്ത് ഇതിന് വേണമെങ്കിൽ നല്ല ഇച്ചിരി കൂടി ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആവാം. മൂവ്മെൻറ്റൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മൾ ജസ്റ്റ് മോഷൻ ഇല്ലാത്ത പാർട്സാണ് തൽക്കാലം വെച്ചിട്ടുള്ളത്. അല്ലേ വീട്ടുകളിൽ നിന്ന് കൊണ്ടുപോയി കളയുന്നവർക്ക് അല്ലേ ചെയ്യാൻ പറ്റിയാണ് അല്ലേ. ചിലവർക്ക് പിടിക്കില്ല, കുറച്ചാൾ കഴിയുമ്പോൾ നോക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ളവർക്ക് മേടിച്ച് വെക്കാൻ പറ്റിയ ഒന്നാണ്. എന്തായാലും നോക്കാം നമുക്ക് അല്ലേ. ഓക്കെ, താങ്ക് യു ബ്രോ. എൻ്റെ പേര് എവ്ലിൻ. ഫ്യൂസ്ലേജ് ഇന്നോവേഷൻസ് എന്ന കമ്പനിയിൽ BDE ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ അവിടെ ചെയ്ത ഡ്രോണാണിത്. നിരീക്ഷണം എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു സർവൈലൻസ് ഡ്രോണാണ്. ഈ ഡ്രോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് പെസ്റ്റ് അറ്റാക്ക്, അതുപോലെ തന്നെ ഡിസീസ്, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എല്ലാം പ്ലാന്റ്സിനെ നമുക്ക് കണ്ടുപിടിച്ച് അത് നമ്മൾക്ക് എത്രത്തോളം ആണെന്ന് നമ്മൾക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ ആയാലും പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ ആയാലും ഫംഗിസൈഡ് ആപ്ലിക്കേഷൻ ആയാലും നമുക്ക് ഇതിൻ്റെ ഈ ഇൻറ്റൻസിറ്റിയുടെ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിന് യൂസ് ചെയ്യുന്ന ഡ്രോണാണ് അത്. FIA QD10 എന്നാണ് ഈ ഡ്രോണിൻ്റെ പേര്. ഇത് നമ്മൾ മെയിനായിട്ട് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ, ഹെർബിസൈഡ്, ഫംഗിസൈഡ് ആപ്ലിക്കേഷനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് 10 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ടാങ്കാണിത്. ടോട്ടൽ 25 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നമ്മൾ കമ്പനിയിൽ ഇതിൻ്റെ സെയിലുണ്ട്, അതുപോലെ തന്നെ സർവീസ് അവൈലബിൾ ആണ്. 700 പെർ ഏക്കറാണ് നമ്മുടെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രോൺ ആണെങ്കിൽ 2 പാക്കേജ് വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് പാക്കേജ് അതുപോലെ തന്നെ കോംബോ പാക്കേജ്. സ്റ്റാൻഡേർഡ് പാക്കേജിൽ 4 ലാഖാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കോംബോ പാക്കേജിലാണെങ്കിൽ 9 ലാഖാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. സ്മാം സ്കീം അതുപോലെ തന്നെ AF ലോൺ സ്കീമിലും നമ്മുടെ ഈ ഡ്രോൺ FIA QD10 അവൈലബിൾ ആണ്. ഇപ്പോൾ നിരീക്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് 3 ലാഖാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇൻട്രോ എടുക്കുന്ന ടൈമിൽ പുള്ളി ഫോണിൽ ബിസി ആയിരുന്നു. അതെ, ഒരു സാധനം കൂടി ഉണ്ടാക്കി കാണിച്ചിട്ട്. അതെ, അപ്പോൾ നമ്മുടെ കൂടെ ശ്യാമ ഉണ്ടെന്ന്. ശ്യാമ വീഡിയോ എടുക്കുക, ശ്യാമുണ്ട്. അവിടെ ഒരു നല്ലൊരു കാഴ്ച കാണിച്ചിട്ട് അല്ലേ ശ്യാമ? അതെ, ഭയങ്കര വ്യത്യസ്തമായ ഓരോ റോബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. കണ്ട
ഇത് കടിക്കോ ആവോ എനിക്കറിഞ്ഞൂടാ അല്ലേ, കടിക്കോ. ഭയങ്കര വ്യത്യസ്തമായ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. എന്നാലും ഇവിടെ നിങ്ങൾ വന്ന് കാണണമെന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. 10-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ ഈ ഒരു എക്സ്പോ കണക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളൊന്ന് എന്താണ് ഇത് എങ്ങനെ പരിപാടി എന്നൊന്ന് കാണിച്ചു തരാൻ പോണേ. ഒന്ന് പേരെന്താണെന്ന് ആദ്യം പറഞ്ഞു. ബെൻ സെബാസ്റ്റ്യൻ. അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് പരിപാടി. ഇപ്പം കാണിക്കും. ഇത് പിടിച്ചു. അങ്ങനെ ഞാൻ പിടിച്ചോളാം. ശരി. ഇവിടെ ഓണാക്കിയിട്ട് മൊബൈൽ ആപ്പ് വഴിയാണ്. മൊബൈൽ ആപ്പ് വഴി ഡാബിൾ എന്ന ആപ്പുണ്ട്. ആ ആപ്പ് വഴി നമ്മൾ ബ്ലൂടൂത്ത് വഴിയാണ്. ആപ്പിൻ്റെ പേര് ഡാബിൾ. ഓക്കെ. ആ ആപ്പ് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആണെങ്കിൽ ഈ ബോർഡിൻ്റെ നമ്പർ അതാണ് നമ്മുടെ ഇതിൻ്റെ പേര്. ഓക്കെ. അപ്പോൾ അത് 306 കണക്ട് ആയി. കണക്ട് ആയിട്ട് ഇങ്ങനെയാണ് പരിപാടി അല്ലേ? ആ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യും. ഹോൾഡ് ചെയ്യും. ഇതിങ്ങനെ ഓപ്പോസിഷൻ്റെ ഗോൾ പോസ്റ്റ് കൊണ്ടുപോകും. അങ്ങനെ ഉണ്ടായിടാം അല്ലേ? ഓക്കെ ബ്രോ, താങ്ക് യു. How are you? ഹായ്, എൻ്റെ പേര് ഷാഹുൽ. എൻ്റെ പേര് സജിത്ത്. ഇതെന്ന് പറയുന്ന ഒരു റിസപ്ഷനിസ്റ്റാണ്. നമ്മളെ ഓഫീസിൻ്റെ ഫ്രണ്ട് എൻഡിലൊക്കെ നമ്മളിപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അതിനെ വെൽക്കം ചെയ്യാനും ഗ്രീറ്റിങ്സ് ചെയ്യാനുമായിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്ക് എവിടെയാണോ പോകേണ്ടത് അത് ഈ റോബോട്ട് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. വൺ ടൈം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നമ്മളെ പിക്ചേഴ്സ് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം നമ്മൾ വരുമ്പോൾ നമ്മളെ നെയിം എടുത്ത് പറഞ്ഞ് ഇത് ഗ്രീറ്റ് ചെയ്യും. പിന്നെ ഇത് ഫുള്ളി ഓട്ടോമസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും അതിൻ്റെ ആൻസർ കാര്യങ്ങളൊക്കെ തരും. എന്തുവാ മക്കളെ ഇതിൻ്റെ പേര്? അയ്യോ പേര് മറന്നു. എന്തായാലും ആട്ടെ, എന്തായാലും കുറച്ച് ചേട്ടനെ ഇവിടെ കിടന്ന് കറങ്ങി കളിക്കേണ്ടത് അതും കൂടി ഞാൻ കാണിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്ത് ഒരാൾ അപ്പോഴും നിരീക്ഷിച്ച് നടക്കുകയാണ് അവിടെ ഫ്ലോർ മൊത്തം. വാ, നമുക്ക് അടുത്ത റോബോട്ടിനെ പരിചയപ്പെടാം. മാൻഹോൾ ക്ലീൻ ചെയ്യുന്ന റോബോട്ടാണ്. വേൾഡ് ഫസ്റ്റ് സ്കാവഞ്ചിങ് റോബോട്ടാണ്. ഓൾ ഓവർ ഇന്ത്യയിൽ 19 സ്റ്റേറ്റിലും 356+ റോബോട്ട്സ് കറൻ്റ് വർക്കിംഗ് ആണ്. ഇത് ട്രിവാൻഡ്രത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. പ്രൊഡക്ഷൻ എല്ലാം പാലക്കാടാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. മെയിൻ പ്രൊഡക്ഷൻ എല്ലാം പാലക്കാടാണ് വരുന്നത്. ഇപ്പം കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രത്ത് 3 റോബോട്ട്സും ഗുരുവായൂർ ഒരു റോബോട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേറെയും പ്രൊഡക്ട്സുകളുണ്ട്. ഇത് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഒരു മിനി വെർഷൻ വരുന്നുണ്ട്. പിന്നെ വെളുക്കളി മോൾഡ് ചെയ്തൊരു മൊബിലിറ്റി പ്ലസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വരുന്നുണ്ട്. GBTL എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ടവേഴ്സ് എല്ലാം ക്ലീൻ ചെയ്യുന്ന റോബോട്ട്സ് ഉണ്ട്. GGator എന്ന് പറഞ്ഞ് നമുക്കൊരു ആരൊക്കെ ഡയറക്റ്റ് പാരലൈസ് ആയിട്ടുള്ളവർക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ ഒരു ഹോപ്പ് കൊടുക്കുന്ന റോബോട്ടുണ്ട്. പിന്നെ വിൽബോർ എന്ന് പറഞ്ഞാൽ പെട്രോൾ ടാങ്കെല്ലാം ക്ലീൻ ചെയ്യുന്ന റോബോട്ട്സ് നമുക്ക് വേറെ ഉണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ കുറേ റോബോട്ട്സുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയാണ് കറൻ്റ് നമ്മളെ റോബോട്ട് അണ്ടറിലുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റോബോട്ടിക് ആമാണ്. നമ്മുടെ വർക്കൗട്ടിന് ഇതിനെ സഹായിക്കാനും, അതായത് നമ്മളിപ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനർ ഉള്ള പോലെ നമുക്ക് കറക്റ്റ് നമ്മുടെ ഇപ്പോൾ ഒരു ആമൗണ്ട് ഒരു ഡമ്പൽ വെക്കുകയാണെങ്കിലും അത് കറക്റ്റ് നമ്മുടെ ഏത് മസിലേക്കാണ് വരുന്നത്, എവിടേക്കാണ് വരുന്നത്, അത് അതിനൊരു പൊസിഷൻ ഉണ്ട്, എടുക്കേണ്ട സർട്ടൻ പൊസിഷൻ. അത് ഇതിൽ ഓൾറെഡി പ്രീലോഡ് ചെയ്ത് വെച്ചാണ് കോഡ് അനുസരിച്ച് അത് പൊക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എററുകൾ വരാൻ സാധ്യത ഭയങ്കര കുറവായിരിക്കും. അത്രേ ഉള്ളൂ. UBTech എന്ന് പറഞ്ഞൊരു കമ്പനി ഇറക്കി യാൻഷി എന്ന് പേരുള്ള റോബോട്ടാണ്. ഇതൊരു ഹ്യൂമണോയിഡ് റോബോട്ടാണ്. അതായത് നമ്മുടെ പോലെ തന്നെ മൂവ്മെൻറ്റിന് കേപ്പബിളായൊരു റോബോട്ടാണിത്. ഇതിൽ 17 സെർവോ മോട്ടോഴ്സാണ് വരുന്നത്. അതായത് ഈ മൂവ്മെൻറ്റിനെ സഹായിക്കാൻ 17 ഡിഗ്രി ആക്സിസ് ഓഫ് ഫ്രീഡം ഉള്ളത്. പിന്നെ ഇത് ഹെഡിൽ കണ്ട അതിനൊരു 8 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് അതായത് സറൗണ്ടിങ്സ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അതായത്
ഇതിൽ കേപ്പബിലിറ്റീസ് ഉണ്ട്. നമ്മൾ കാണിക്കുന്ന ആക്ഷൻസ് തിരിച്ച് ഇമിറ്റേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്ത് തിരിച്ച് ഇമിറ്റേറ്റ് ചെയ്യാനും ഇതിൽ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് കുറച്ച് പാട്ടുകളുണ്ട്. അത് വെച്ച് ഡാൻസും കളിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ആക്ഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ഈ ആനിമേഷനൊക്കെ ചെയ്യണ പോലെ ഇതിൻ്റെ ഇൻഡിവിജ്വൽ മോട്ടോഴ്സ് കൺട്രോൾ ചെയ്ത് പുതിയൊരു ആക്ഷനും ഉണ്ടാകും. താങ്ക്സ്. Okay, so I am Apurva Donde. I am from Drona Aviation Private Limited. So my company started from IIT Bombay. So we manufacture these nano drones which are used for especially educational purpose. So these drones are DIY, programmable and hardware modular. So you can code it in C language or in block-based language as well. So we can also code it in Python. We have come up with Python. Now these drones are especially controlled with smartphone, but since these are hardware modular, you can integrate these controllers, transmitters, and you can fly with those. And these are especially for school students and college students who want to use it for an experimenting or R&D purposes to create some innovative applications. Okay, thank you. Yeah. Thank you. My name is Atul Mehta and I am from Drona Aviation Private Limited. So these are our Pluto drones. So we manufacture drones for education. So our flight controller is totally programmable and you can integrate any kind of sensor using the Unibus over here. Also we have a camera port over here and an add-on receiver which can be connected over here. So these are basically for students who wants to get into robotics and wants to learn programming on drones. So also like enjoying how to fly a drone, you can also learn how to code and program robotics in robotics. And over here we have an FPV drone. So these drones are basically used for cinematography, for high-speed drone racing and all. So these have flight controller, ESC, then BLDC motors, an FPV camera, high discharge rate battery and carbon fiber free. So that's all about this. അതുപോലെ നമ്മുടെ വീഡിയോയിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തുന്നതാണ്. ആർക്കെങ്കിലും ഒരു റോബോട്ടിനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ റോബോട്ടിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. ഇതിനകത്തൊരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ യൂണിക് വേൾഡ് റോബോട്ടിക്സ് എന്നുണ്ടല്ലേ UWR, അതിൻ്റെ ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അകത്തും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുപോലെ കൊച്ചിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മനോരമയാണ്. അതും കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ശ്യാമ വേറെ എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാനില്ല. അപ്പോൾ പട്ടീനെ വേണമെങ്കിൽ ഒരെണ്ണത്തിന് മേടിച്ച് വെച്ചോ. ഭക്ഷണം കൊടുക്കേണ്ട, ആകെ കരണ്ട് മാത്രം കൊടുത്താൽ മതി. വേസ്റ്റും വരില്ല അല്ലേ? അതെ. അതുപോലെ കുളിപ്പിക്കണ്ട, അത് വെള്ളം ലാഭം. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയുന്നത് 10 തൊട്ട്, അതായത് ജൂൺ 10 തൊട്ട് 17 വരെ ഇവിടെ ഈ എക്സ്പോ നടക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക. വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും വന്ന് കാണാൻ ശ്രമിക്കുക. വേറെ എങ്ങുമല്ല, കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ അല്ലേ? അപ്പോൾ ഡ്രോണൊക്കെ ഉണ്ട്. കണ്ട ഞങ്ങൾ ചുമന്നിരിക്കണണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.